ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഡൊണാൾഡ് ഡേവിസ്, സ്വദേശം തൃശ്ശൂർ. ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ 16-ാം വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പ്രിയ മാതാവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ പിതാവ് വിശ്വാസത്തിനെതിരായിരുന്നത് കൊണ്ട്, പ്രതികൂലങ്ങളായിരുന്നതുകൊണ്ട് തുടർന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷെ കൃപയാൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലിയായി എനിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ലഭിക്കുവാനിടയായി. ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യവെയാണ് ഞാൻ രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് കൂടുതലായി കടന്നു വരുവാനും സ്നാനപ്പെടുവാനും ഇടയായത്. അപ്പോൾ തന്നെ ആത്മാവിന്റെ വലിയ ചലനം അനുഭവിക്കുകയും കർത്താവിന്റെ ശക്തമായ നിയോഗം ദൈവവേലയ്ക്കായി വെളിപ്പെട്ടു വരികയും ചെയ്തു. ഇതാദ്യം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തോന്നിച്ചു തുടങ്ങിയപ്പോൾ അവിശ്വാസത്തിൻ്റെ ഇത് ദൈവത്തിൽ നിന്ന് വരുന്നത് തന്നെയാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചു. അതിനെ അടിച്ചമർത്താൻ നോക്കി. കാരണം അതുവരെ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലി കിട്ടി അത് ചെയ്യുന്ന ഒരു വ്യക്തി രാജിവെച്ച് ദൈവവേലയ്ക്ക് ഇറങ്ങുന്ന രീതി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമമാക്കിയതിന് ശേഷം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിന് ശേഷം പിന്നീടുള്ളൊരു പ്രായത്തിൽ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങാം എന്നുള്ള ഒരു ചിന്തയിൽ എൻ്റെ തന്നെ വിളിയെ അടിച്ചമർത്താൻ തുടങ്ങി. അങ്ങനെ 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് 25-ാം തീയതി ശക്തമായ രീതിയിൽ ആ ശീതീകരിച്ച ഓഫീസ് മുറിക്കകത്ത് സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചു, ഇതാകുന്നു സമയം, നീ ഇപ്പോൾ ഇറങ്ങുക. ആ ശീതീകരിച്ച മുറിക്കകത്ത് ഞാനങ്ങ് വിയർക്കുവാൻ തുടങ്ങി. കാരണം ഞാൻ മനസ്സിലാക്കിയിരുന്നു അത് ദൈവത്തിൻ്റെ വ്യക്തവും ശക്തവും അനിഷേധ്യവുമായ ശബ്ദമായിരുന്നു. എനിക്കതിനോട് ഒഴിവ് കഴിവ് പറയുവാനുള്ളൊരു സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഈ വിഷയം വെച്ചു. കർത്താവ്, എനിക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ശുശ്രൂഷയിലേക്ക്, ഈ ദൈവവേല സ്വീകരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയം കൊണ്ട് പറ്റുന്നില്ലല്ലോ. കർത്താവ് എന്നെ ഒന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി നൽകി. ഞാൻ ശുശ്രൂഷയോടെ എതിർക്കുവാനുള്ള ഏക കാരണം സാമ്പത്തികമായ നിലവാരത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യമായിരുന്നു. ശരിയായിരുന്നു. കാരണം വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ എൻ്റെ ചിലവുകൾ വഹിക്കുവാൻ സാധിക്കും, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന ചിന്തയിലായിരുന്നു ഞാൻ അതിനോട് മറുത്തു നിന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിനോട് കൂടെ എൻ്റെ സഹപാഠിയായിരുന്ന എൻ്റെ വളരെ ഒരു നല്ല കൂട്ടുകാരൻ, വെറുതെ അവൻ ഭവനത്തിൽ ആയിരുന്ന വെക്കേഷൻ ആയിരുന്ന സമയത്ത് ഒന്ന് തലകറങ്ങി വീഴുന്നേയുള്ളൂ. പക്ഷേ ആ കൂട്ടുകാരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയും. അവർക്ക് കീമോ എല്ലാം, അതിൻ്റെ ട്രീറ്റ്മെന്റ്, ക്യാൻസറിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. പക്ഷെ വളരെ ഭാരിച്ചൊരു തുക തന്നെ. അവരുടെ വസ്തു പലതും വിറ്റിട്ടാണ് ആ കീമോന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തത്. ദൈവാനുഗ്രഹത്താൽ ആ സഹോദരൻ, ആ കൂട്ടുകാരൻ അതിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. ഞങ്ങളുടെ ജൂനിയർ ആയിട്ട് ഒരു വർഷം ഇയർ ഔട്ടായിട്ട് ചേർന്ന് പഠിക്കുവാൻ എല്ലാം ഇടയായി. ഈ ഒരു കാര്യം കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, നിനക്ക് ആ കീമോ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിന്റെ അവസ്ഥ വരാഞ്ഞത് എൻ്റെ കഴിവൊന്നുമല്ല. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവല്ലായിരുന്നു, കർത്താവ് നടത്തിയത്, കർത്താവിന്റെ ദാനമായിരുന്നു ആ ഒരു സൗഖ്യം, അല്ലെങ്കിൽ ഞാൻ ആ രോഗമില്ലാതിരുന്ന എൻ്റെ അവസ്ഥ. അത് ഞാൻ ഒരിക്കലും അർഹിച്ചതോ എനിക്ക് കർത്താവിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നതോ ആയിരുന്നില്ല. അതൊന്നും സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയതാ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കി നൽകി, എൻ്റെ കുടുംബം, എൻ്റെ ചുറ്റുപാട്, എൻ്റെ സന്തോഷം, എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ സാമ്പത്തികമടക്കം എല്ലാം കർത്താവ് കരുതിയത് കൊണ്ടാണ് എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ സാമ്പത്തികം പോലും നീ എന്നിൽ ആശ്രയിക്ക്, ഞാൻ നിനക്ക് നടത്തി തരും. ഈ ഒരു വെളിപ്പാട് എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ കൈകളെ ഉയർത്തി ഞാൻ ഏറ്റു പറഞ്ഞു, കർത്താവെ, ഒരു 30 വെള്ളിക്കാശിന് വേണ്ടി അങ്ങേ തള്ളിപ്പറയുവാൻ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ വായ ഉപയോഗിക്കില്ല. കർത്താവിൻ്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു സമർപ്പണ ജീവിതം ആരംഭിച്ചു. സുവിശേഷ വേല ഞാൻ ആരംഭിച്ചു. പക്ഷെ പ്രതികൂലങ്ങൾക്കൊന്നും കുറവുണ്ടായില്ല. ഭവനത്തിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ പിതാവ് വിശ്വാസത്തിലല്ല. ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, വേലയ്ക്ക് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, ആ വഴിയിലൂടെ അങ്ങ് പൊക്കോണം, തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയം തന്നെ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായ പ്രേരണ നൽകി. ഞാൻ പിതാവിനോട് പറഞ്ഞു, പപ്പ, ഇത് ഞാൻ പപ്പയുടെ വെല്ലുവിളിയോ വേറെ ഒന്നുമല്ല,
ഞാൻ പപ്പായെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ഇത് കർത്താവിൻ്റെ വിളിയാണ്. അത് ഞാൻ വ്യക്തമായി ഞാനത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് പോകേണ്ടി തന്നെ വരും. ഇത് പപ്പ പറയുകയാണെങ്കിൽ എനിക്ക് പോകേണ്ടി തന്നെ വരും എന്ന് ഞാൻ പറയുവാനിടയായി. എൻ്റെ ബാഗ്, പാക്ക് ചെയ്ത ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് പിതാവ് പറഞ്ഞു, ഇതൊക്കെ എടുത്തു പോകാൻ നിനക്ക് എന്ത് അവകാശമുണ്ട്? ഞാൻ നിനക്ക് നൽകിയ എഞ്ചിനീയറിംഗ് പഠിപ്പ്, അതൊക്കെ കൊണ്ടാണ് നീ ഇത്രയും ജോലി ലഭിച്ചതും അതിന്റെ സമ്പാദ്യം കൊണ്ടാണ് നീ ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. അത് എനിക്കുള്ളത് തന്നെയാണെന്ന് പിതാവ് പറയാനിടയായപ്പോൾ ആത്മാവ് ശക്തമായ ഒരു പ്രേരണ നൽകിയത് മുഖാന്തരം ആ പാക്ക് ചെയ്ത ബാഗ്, എൻ്റെ പേഴ്സ്, ATM കാർഡ്, ഇൻവെസ്റ്റ്മെന്റിന്റെ സകലതും, എൻ്റെ മൊബൈൽ ഫോൺ പോലും അവിടെ തന്നെ വെച്ച് പറഞ്ഞു, പപ്പ എന്നെ വിളിച്ചത് കർത്താവാണെങ്കിൽ കർത്താവ് നടത്തും. അങ്ങനെ ഉടുത്ത ഡ്രസ്സും പാസ്റ്റർ അവിടെ പോകാനുള്ള വണ്ടിക്കൂലിയുമായി മാത്രം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഞാൻ. 14 വർഷമായിട്ടും ആ കർത്താവ് എന്നെ നടത്തുന്നു. 1 രൂപ പോലും പപ്പായുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. എന്നെ പോറ്റിയത്, ആ ഏലിയാവിനെ കാക്കയയച്ച് പോറ്റിയ ആ യഹോവ തന്നെ എന്നെയും നടത്തുന്നത്, ആ കർത്താവ് എന്നെയും നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലും സ്വാഭാവികമായി മാനുഷികമായി സമ്പത്തിൽ ആശ്രയിക്കാനും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാനും എല്ലാം ശത്രു നമ്മുടെ അകത്ത് ചിന്തയിടുമ്പോൾ ഓർത്തോണം, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവം ധാരാളമായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.